ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ആലോചിച്ചായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമോ എന്ന്. ചിലരെങ്കിലും പറയും ഒരു LDC കിട്ടിയതിനാണോ ഇത്ര ആഡംബരമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഈ LDC പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒന്നുകിൽ ലിസ്റ്റിന് ബാക്കിലായി പോയ കുറേ കുട്ടികൾ കാണും, അല്ലെങ്കിൽ ലിസ്റ്റിൽ വരാതെ സപ്ലിയിലായ കുറേ കുട്ടികൾ കാണും. അപ്പോൾ അവർക്കൊക്കെ അതൊരു ഈ വീഡിയോസ് കാണുമ്പോൾ ഒരു വിഷമം. എനിക്കറിയാവുന്ന തന്നെ കുറേ കുട്ടികൾ എൻ്റെ കൂടെ ഞങ്ങൾ വൊക്കാബുലറിയിൽ നിന്ന് എക്സാം എഴുതുമായിരുന്നു. അപ്പം അവിടെ തന്നെ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് മാർക്ക് ഡിസ്കസ് ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു, വേറെ ജില്ലകളിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒരു 1-2 കുട്ടികൾ സപ്ലിയിലൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യുക, അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുകയും അപ്പം ഞാൻ അവരോട് കുറേ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ ചിലർക്കത് വിഷമമായാലോ എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ചിന്തിച്ചു കുറച്ച് പേർക്കെങ്കിലും ഇത് ഒരു മോട്ടിവേഷൻ ആയാലോ എന്ന്. അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ എൻ്റെ സ്റ്റഡിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഏത് ഫോളോ ചെയ്തെന്നോ എത്ര മണിക്കൂർ പഠിക്കുമെന്നോ എത്ര കാലം കൊണ്ട് പഠിക്കുന്നെന്നോ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഏതൊക്കെ ബുക്സ് യൂസ് ചെയ്തു എന്നൊക്കെയുള്ള കാര്യം പറയാം. അപ്പം ഇനി റിസൾട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചധികം ഇനി പഠിക്കുന്നില്ല, എന്നോട് തന്നെ ഇനി ഇത്രയും കാലം ഞാൻ പഠിച്ചു, ഞാൻ നേരത്തെ LDC എഴുതി അതിൻ്റെ കിട്ടിയില്ല, ഇപ്പം വീണ്ടും എഴുതി കിട്ടിയില്ല, സപ്ലിയിലായിപ്പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ ഈ PSC ജേർണിയിൽ ഇങ്ങനെ ഒരു സ്ട്രഗിളും ഇല്ലാതെ നമ്മൾ നേരെ ജോബിലോട്ട് എത്തുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെ മിക്ക ആൾക്കാരും നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ച ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കയറാൻ പറ്റാതെ ഇരുന്നിട്ട് മുന്നോട്ട് വന്ന ആൾക്കാർ. ഇപ്പോൾ എനിക്ക് നേരത്തെ റാങ്ക് ലിസ്റ്റിൽ 112 ആയിരുന്നു. പക്ഷേ ആ ലിസ്റ്റ് എനിക്ക് തീർന്നിട്ടില്ല, പക്ഷെ അതിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടാണ്. പക്ഷേ അത് കഴിഞ്ഞ് വന്ന എക്സാമിൽ എനിക്ക് 67 റാങ്ക് കിട്ടി. അപ്പം ഞാൻ അന്ന് ഇത്രയും റാങ്ക് കുറഞ്ഞു പോയി എന്നും പറഞ്ഞ് ഞാൻ വിഷമിച്ചിരുന്നെങ്കിൽ എനിക്ക് പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ വീണിട്ട് എണീറ്റ് ഓടാൻ പഠിക്കണമെന്ന് പറയാറില്ലേ, അതുപോലെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. എനിക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പം എന്തായാലും കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇനി എവിടെ നിന്നാണോ നമ്മൾ നിർത്തിയത് അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഒരിക്കലും ഒരുപാട് മോട്ടിവേഷൻ കേൾക്കാൻ പോകാറില്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ തന്നെ ഒരു മോട്ടിവേഷൻ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കാനിരിക്കുമ്പം എപ്പോഴും ചിന്തിക്കുന്ന, അതായത് എനിക്ക് എവിടുന്നോ കിട്ടിയൊരു കോട്സാണ്, ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര ദുർഘടമാണെങ്കിലും നടന്നു തുടങ്ങുക, ക്രമേണ ദൂരം കുറഞ്ഞും മാർഗം ലളിതവുമായി തോന്നുന്നു. അപ്പം ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് നോട്ട്സ് ഉണ്ടല്ലോ, കറണ്ട് അഫയേഴ്സ് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നുള്ള തോട്ട്സ് വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഓർക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും, ഞാൻ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെനിക്ക് തീർക്കാൻ പറ്റും, ഇതെനിക്ക് ലളിതമാകും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പഠിക്കുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് തന്നെ ഇത് മോട്ടിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ട് മോട്ടിവേറ്റ് ആയാലുള്ളൊരു പ്രശ്നം, നമുക്കന്ന് ഭയങ്കര മോട്ടിവേഷനായിരിക്കും. നമ്മൾ മറിക്കും എന്നുള്ള നിലയിൽ നമ്മൾ പഠിക്കാൻ ബുക്കെടുക്കും. അന്ന് ഭയങ്കര പഠിത്തമായിരിക്കും, പിറ്റേ ദിവസം ചിലപ്പോൾ പഠിക്കുമായിരിക്കും. ഗ്രാജുവലി നമ്മുടെ മോട്ടിവേഷനൊക്കെ പോയി നമ്മൾ വീണ്ടും പഴയ അവസ്ഥയാവും. അതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടേതായ മറ്റുള്ളവരുടെ സ്ട്രാറ്റജി നമുക്ക് നോക്കാം. പക്ഷേ നമുക്ക് നമ്മുടേതായൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ പകുതി വിജയിച്ചു എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു തുടക്കത്തിൽ ഞാനൊരു ബുക്ക് കാണിച്ചായിരുന്നു. ആ ബുക്ക് എൻ്റെ PSC ജേർണിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ അതിനകത്ത് പഠിക്കാൻ എടുത്തപ്പം തന്നെ ഞാൻ ആദ്യം അതിനകത്ത് ഞാനൊരു റാങ്ക് പ്രെഡിക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ആ ബുക്ക് എടുത്ത് ആ റാങ്കൊക്കെ നോക്കുമായിരുന്നു. എന്നിട്ട് അതിനകത്ത് ഞാൻ എല്ലാ ദിവസവും എനിക്ക് പഠിക്കേണ്ടുള്ള ടോപ്പിക്ക്, നാളെ പഠിക്കേണ്ടുള്ള ടോപ്പിക്ക് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ അതൊക്കെ എഴുതി സെറ്റാക്കും. അല്ലെങ്കിൽ നാളെ രാവിലെ എണീറ്റ് അത് സെറ്റാക്കി വരുമ്പോഴത്തേക്ക് കുറേ സമയം പോകും. അപ്പോൾ നാളെ ഫ്രഷായിട്ട് എനിക്ക് എണീറ്റ് ടോപ്പിക്സ് പഠിക്കാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് അല്ല, ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതൊക്കെ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും വൊക്കാബുലറിയുടെ 1.5 മണിക്കുള്ള PYQ സെക്ഷൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ അതൊക്കെ ഒട്ടിച്ച് വെക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ യൂണിവേഴ്സിന് വിശ്വാസം ഉള്ളതുകൊണ്ട് എൻ്റെ റാങ്കൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി ഒട്ടിക്കുമായിരുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ വരാം. ഓക്കെ.